ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിന് ചുറ്റും ദൈവമാതാവ് പ്രത്യക്ഷയായ ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അതുല്യമായ പ്രാർത്ഥന മണിക്കൂറിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന പാപങ്ങളും ഭാരങ്ങളുമെല്ലാം ഈ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഈ ആരാധന മണിക്കൂറിൽ ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവപിതാവ് നമ്മളെല്ലാവരെയും മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ദൈവമാതാവ് നമ്മളുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയങ്ങളെക്കാൾ അപ്പുറത്ത് നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് കൂടിയും നമുക്ക് ഈ ആരാധനാ മണിക്കൂറിൽ പ്രത്യേകം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഈശോയെ, ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനും ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പാപസാഹചര്യങ്ങളെയും നമ്മുടെ ചിന്താ മേഖലകളെയും ഒക്കെ ഈ അൾത്താരയിൽ ഇറക്കി വെച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ വന്ന് നിറയുവാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഈശോയെ വെളിപ്പെട്ട് കിട്ടണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഈ ആലയത്തിൽ ഈ നിമിഷം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിനൊപ്പം അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ സിഹിയോൻ മാളികയിൽ ഈശോയെ ആത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകി ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ കൃപകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും എന്നിലേഴുന്നള്ളണേ. സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിടാ ഞാൻ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവേ ഈ നിമിഷങ്ങളിലൊക്കെ ഉണ്ടാകുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും മുഴുവനായി കർത്താവേ ഒരുക്കണമേ. അമ്മയുടെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. നമുക്ക് ഒരുമിച്ച് ഉച്ചത്തെ ഒരിക്കൽ കൂടി പാടാം. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ ഞങ്ങളുടെ ജീവിതത്താൽ ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്താൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷികളായി തീരുവാൻ
കർത്താവെ, അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനുഭവങ്ങൾ നൽകണമേ. അനുഭവങ്ങളുടെയും അടയാളങ്ങളുടെയും സ്ഥിരീകരണങ്ങൾ നൽകണമേ. ഈ അൾത്താരയിൽ അങ്ങേക്ക് സാക്ഷ്യം പറയുവാൻ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. കൈകൾ ഉയർത്തിക്കൊണ്ട് ഉച്ചത്തിൽ പാടട്ടെ. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ദൈവ സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളാകുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഈ ആലയത്തിൽ തിരികെ പോകുമ്പോൾ ദൈവം സ്പർശിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച നിമിഷങ്ങളാക്കി മാറ്റുവാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ കർത്താവെ വെളിപ്പെട്ടു കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയെ ഇടവരുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങൾ ആശീർവദിക്കണമേ. ഇനി ഞങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളെ ആശീർവദിക്കണമേ. നിനക്ക് ഇഷ്ടമാം വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവരെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഉച്ചത്തിൽ പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ
അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ശരിക്കും കൂടി ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി ജോസഫച്ചനെ അൾത്താരയിൽ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ സ്നേഹതാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാത്മയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാത്മയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഈശോയെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് കാണുമ്പോൾ എടുത്തു പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളായ ജീവിത നിയോഗങ്ങളെ ആരാധനയുടെ യോഗ്യതയാൽ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിമ എന്ന പുണ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ായവനെ യേശുരാജനെ അങ്ങേ ഞങ്ങൾ ഒരുമിച്ച് പാടാം. അത്യുന്നതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനെ പാപമോചകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാടട്ടെ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. നിത്യപിതാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. കൃപാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ സാമൂഹിക സാംസ്കാരിക മേഖലകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. Praise the Lord. Praise the Lord.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായി ഉടമ്പടിയിലായിരിക്കുന്നവർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിക്കും പഠിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. അത് അർത്ഥവത്തായിട്ട് പ്രയോജനപ്പെടുത്തുന്ന അനുസരിച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടിയിൽ പുരോഗമിക്കാൻ പറ്റും. വേസ്റ്റ് മാനേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള വേസ്റ്റ് അവിടെ തന്നെ കുഴിച്ചു മൂടുന്ന പരിപാടിയല്ല. വേസ്റ്റ് മാനേജ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ അനുഭവങ്ങളിൽ കുറച്ച് വേസ്റ്റ് അനുഭവങ്ങളുണ്ടാവും. വേസ്റ്റ് അനുഭവങ്ങൾ വെച്ചാൽ അനുഭവങ്ങളിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, അതേസമയം വേസ്റ്റും ഉണ്ടാവും. വെച്ചാൽ ഒരു കുപ്പ പോലെ ഇരിക്കണ നമുക്ക് തന്നെ ഒരു പിടിയും കിട്ടത്തില്ല. ഈ വേസ്റ്റായിട്ടുള്ള അനുഭവങ്ങളെ എങ്ങനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അതാണ് ഉടമ്പടി ഇന്ന് അന്വേഷിക്കുന്നത്. കാര്യം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ കുറച്ച് വേസ്റ്റേജ് പറയുന്നുണ്ട് അവർ. പക്ഷെ അവർക്ക് അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. ഉടമ്പടി ഞാൻ എടുത്തതാണല്ലോ, ദെൻ എന്നിട്ടും അപ്പം ഞാൻ ഉടമ്പടിയിലാണ് റിലേ ചെയ്യണത്. ഞാൻ ഉടമ്പടി റിലേ ചെയ്തിട്ടും എൻ്റെ ധാരണയ്ക്ക് എതിരെ കുറേ ഫ്ലോപ്പ് ആൻഡ് ഫെയിലിയേഴ്സ് സംഭവിക്കുന്നു. അപ്പം ചിലർ പറയും അത് എൻ്റെ ഉടമ്പടിയുടെ ചെയ്വനയുടെ കുഴപ്പമാണ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ലവണ്ണം ഉടമ്പടി ചെയ്യാമെന്ന് പറയും. നിങ്ങൾ നല്ലവണ്ണം ഉടമ്പടി ചെയ്ത് ആയാലും ശരി, പിന്നെയും കുറേ വേസ്റ്റേജ് ഉണ്ടാകും അനുഭവങ്ങളിൽ. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടറിൻ്റെ സാക്ഷ്യം ഉണ്ടായി. ഡോക്ടർ അള്ളിൻ്റെ സാക്ഷ്യത്തിൽ അവർ വളരെ ഇൻ്റലിജൻ്റായി എലഗൻ്റായിട്ടുള്ള ലേഡിയാണ്. പക്ഷെ എന്നിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ ചില മലയാളം +2 IELTS എഴുതി ഒറ്റ സ്ട്രെച്ചിന് പാസ്സാകണത്. മലയാളം ആണവർ, മലയാളം മീഡിയമാണ്. പക്ഷേ അവർ പറയും അപ്പായി മരിച്ചു, എൻ്റെ അനിയനാണ് എനിക്ക് വീട്ടിലുള്ളത്, അമ്മയുടെ ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കണത്, അപ്പോൾ എന്നെ നീ കരകയറ്റി വിട്ടില്ലെങ്കിൽ കുടുംബം മുങ്ങിപ്പോകും എന്ന് മാതാവിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രേരണ സത്യത്തിൻ്റെ ഘടനകൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം, നല്ലതാണ്. കാര്യം ഈ ഉടമ്പടി ഒരു വിഷയം നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. ഇത് ബൈബിളിൻ്റെ മുഴുവൻ കോൺസെപ്റ്റിൽ ഈ നോട്ട് ബൈ മെറിറ്റ് ഉണ്ട്. ഉടമ്പടി മാത്രമല്ല. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ നമ്മുടെ യോഗ്യത ഇല്ലെങ്കിലും ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മലയാളം മീഡിയംകാർ +2 IELTS എഴുതുമ്പോൾ ഒറ്റ സമയത്ത് തന്നെ പാസ്സായി വരും. അത് കർത്താവിൻ്റെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ സൈന്യത്താലും ശക്തിയാലും അല്ലാതെ കർത്താവിൻ്റെ കൃപയിൽ വർക്ക് ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഉടമ്പടിയുടെ ഒരു തനത് ഫോർമുലയാണത്. പക്ഷെ ഞാൻ പറയണത് അതല്ല. നിങ്ങളതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ, ഇപ്പോൾ ഈ ഡോക്ടർ അഡ്ലിന് എന്താ സംഭവിച്ചത്? അവർ MBBS ഡോക്ടറാണ്. ഇനിയിപ്പോൾ ഒരു MDക്കോ മറ്റെന്തിനോ എൻട്രൻസിന് വേണ്ടി വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനാണ്. അതിനു വേണ്ടി അവരെന്താ ചെയ്യണത്? അതിന് 3 ടെസ്റ്റാണ് ഉള്ളത്. ഒരു ടെസ്റ്റ് IELTSൻ്റെ ടെസ്റ്റാണ്. അത് 2 പ്രാവശ്യം എഴുതിയിട്ട് അവർക്ക് കിട്ടിയില്ല. ഓക്കെ, വ്യത്യാസം കണ്ട. +2 മലയാളം മീഡിയം IELTS എഴുതി പെട്ടെന്ന് കയറി പോകുന്നു. ഒരു MBBS ഡോക്ടർ എഴുതിയിട്ട്
അത് കിട്ടണില്ല, രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയില്ല. ഉടമ്പടി എടുത്തിട്ട് പോലും അവർക്കത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പസ്സിലായിട്ട് വരും. ഒരു കൊട്ടത്തേങ്ങ പോലെ ഇത് വെട്ടാനും പറ്റത്തില്ല, തുളക്കാനും പറ്റാത്ത അവസ്ഥ. വാട്ട് ഹാപ്പൻ ടു മീ? അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെടാം. ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു ദൈവശാസ്ത്രം അനുസരിച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആത്മവിശ്വാസം തന്നെയാണ്. കാര്യം ഈ ആത്മവിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. ആത്മവിശ്വാസം അതിൻ്റെ ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ അത് അഹന്തയായിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പം. ആത്മവിശ്വാസം ഒരു മാനുഷികമായ ഗുണമാണ്, പക്ഷേ അതൊരു പോസിറ്റീവ് ഗുണമാണ് ആത്മവിശ്വാസം. പക്ഷേ സ്പിരിച്വൽ മേഖലയിൽ ചിന്ത വരുമ്പോൾ, സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഈ ആത്മവിശ്വാസം അതായത് കൂടിയ ആത്മവിശ്വാസമുള്ളവർ, കൂടിയ ആത്മവിശ്വാസത്തെക്കാൾ ശരിക്കും അവർക്കുള്ളത് അഹങ്കാരമാണ്. അവർ തന്നെ അറിയത്തില്ല അത് ആത്മവിശ്വാസമാണെന്ന് അവർ പറയണതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് അവർക്കുള്ളത് അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറയുന്ന സംഭവം അഹം ക്യാരി ചെയ്യുന്നതാണ്. അത് എന്തെങ്കിലും ഭൗതികമായ ഒരു എബിലിറ്റിയുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആന്തരികമായ ഭാവമാണ്. ഇവിടെ നോ എൻട്രിയാണ് ദൈവത്തിന്. ഉടമ്പടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കേവലം മനുഷ്യനെ ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പാടാണ്. അതിൻ്റെ ഉടമ്പടി പ്രവർത്തിക്കുന്ന കാലാവസ്ഥ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് നൽകും. ഈ ഓവർ കോൺഫിഡൻസ് പലപ്പോഴും വർക്ക് ചെയ്യണത് സ്പിരിച്വൽ ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ ഇടയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ സ്പിരിച്വൽ ലാംഗ്വേജിൽ ഓവർ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ പ്രൈഡിൻ്റെ ഭാഗമായിട്ട് വരും. പ്രൈഡ് വന്നാൽ പിന്നെ വരേണ്ടത്, പ്രൈഡിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി പ്രൈഡിൽ, അഹങ്കാരത്തിൽ ഉടമ്പടി, ഓവർ കോൺഫിഡൻസിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം ആദ്യം ചെയ്യണത് നിങ്ങളെ കാഷ്വാലിറ്റി കയറ്റിയിട്ട് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ടോർപ്പഡോ ചെയ്യാൻ നോക്കൂ. അതിപ്പോൾ ഈ ആൾഡലിൻ്റെ സാക്ഷ്യം മാത്രമല്ല, പല സാക്ഷ്യങ്ങളിൽ നിന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു കുഴപ്പം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ക്വാളിറ്റേറ്റീവ്ലി ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഗുണപരമായിട്ട് നിലവാരം കുറഞ്ഞ ഒരു നിക്ഷേപമാണ് ശരിക്കും നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസുകാർക്ക് ഇതിൻ്റെ അകത്ത് വരണത് ഉടമ്പടി വരണത്. എന്താ കാര്യം? ഇതിപ്പോൾ ഉടമ്പടി എടുത്ത് എല്ലാവരും എടുക്കണമല്ലോ, എൻ്റെ കൂട്ടുകാരൊക്കെ ഉടമ്പടി എടുത്ത്, അതുകൊണ്ട് ഞാൻ എടുക്കണേ. ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്കറിയാം ഇത് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പോവും, ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം. ഇതാണ് ഓവർ കോൺഫിഡൻസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ കോൺഫിഡൻസുകാർക്ക് അവർ ഡേഞ്ചറസ് സോണിലാണ്. എന്താ കാര്യം? ദൈവം അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അവർ ഓവർ കോൺഫിഡൻസ് അഹങ്കാരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കണ കാരണം അവിടെ ആത്മാവ് പ്രവർത്തിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ദൈവം എന്തുമാത്രം വർഷങ്ങൾ കാത്തിരുന്നറിയാമോ ഈ ആളെ ഒന്ന് ജനിപ്പിച്ചെടുക്കാൻ. ജൂഡിത്തിനെ എസ്തേറിനെ പോലെയൊക്കെ നല്ല തലക്കനമുള്ള പെണ്ണുങ്ങൾ ഇസ്രയേലിലുണ്ടായിരുന്നു. ഇസ്രയേലിലെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ 9ാം ക്ലാസ്സുകാരത്തി 6ാം ക്ലാസ്സുകാരത്തിയാണ് AK-47 കൊണ്ട് നടക്കുന്നത്. എല്ലാം ട്രെയിൻഡാണ്. അവർക്കൊരു പ്രത്യേക സ്റ്റാമിന ഉള്ള പെൺപിള്ളേരാണ്. പക്ഷേ അത് അത്തരം ടൈപ്പാണ് ജൂഡിറ്റ്, എസ്തേർ. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചരിത്രം മുഴുവൻ നോക്കുമ്പോൾ റൂത്തിൻ്റെ കാലം വരെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ്. ഈ റൂത്തിനെ പോലെയുള്ള നല്ല കരളുറപ്പുള്ളൊരു പെണ്ണല്ലെങ്കിൽ രാത്രി പോയി ബോവാസിൻ്റെ അടുത്ത് പോയി കിടക്കുക. അപ്പോൾ അവർ ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഇച്ഛാശക്തിയും ദിശാബോധമുള്ള ആൾക്കാരാണ്. പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഒരു രക്ഷാകര നടപടിക്രമത്തിൻ്റെ കെയർ ടേക്കറായിട്ട് നിർത്താനേ പറ്റത്തുള്ളൂ. അതിൻ്റെ യഥാർത്ഥ ആളായിട്ട് ഏജൻ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റൂത്തും താമറും ഒക്കെ രക്ഷാകര സംഭവത്തിലെ കെയർ ടേക്കേഴ്സാണ്. അവർ ശ്രേണിയിലുണ്ട്.
ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ടവർ. പക്ഷെ അവർ ലൈം ലൈറ്റിലില്ല. അവർ ഇങ്ങനെ ഗ്രീൻ റൂമിൽ നിൽക്കണ കാണാം. താമരൊക്കെ ഗ്രീൻ റൂമിലുണ്ട്. രക്ഷാകര ചരിത്രം വായിക്കുമ്പോൾ താമര അതിൻ്റെ അകത്തുണ്ട്. താമര വിജാതി സ്ത്രീയാണ്, മോവാബുകാരത്തിയാണ്. അപ്പോൾ അതേസമയം തന്നെ അതേസമയം തന്നെ റൂത്തുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ സ്റ്റേജിൽ മറിയം മാത്രമേ ഉള്ളൂ. അതെന്താ കാര്യം? അവിടുന്ന് തന്നെ ദാസിയുടെ വിനീത അവസ്ഥ. മറ്റതൊക്കെ വിനീതപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. റൂത്തും താമരൊക്കെ വിനയപ്പെട്ട് വരാനേ. താമറിൻ്റെയൊക്കെ കാര്യം ഭയങ്കര വിറ്റാണ്. താമര പറയും, ഞാൻ ഗർഭിണിയായിരിക്കണതേ, എൻ്റെ കയ്യിൽ റിങ് ഉണ്ട്, ഇതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയും. അതാരാണ്? അത് ജൂദയാണ്. ജൂദാക്കിട്ട് പണി കൊടുക്കണേ. ജൂദയുടെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അവർക്ക് അങ്ങനെ ചങ്കുറപ്പുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അവർ രക്ഷാകര നടപടിക്രമത്തിലുണ്ട്. അവർ ഗ്രീൻ റൂമിലാണ്. അവരെ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഡയറക്റ്റ് പ്രസവിക്കാനൊന്നും പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ദാവീദിനെ പ്രസവിച്ചത് റൂത്ത് അല്ലെങ്കിൽ പോലും റൂത്ത് ദാവീദിൻ്റെ അമ്മുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദാവീദിൻ്റെ പോലും അമ്മുമ്മയാകാൻ റൂത്തിന് പറ്റണുള്ളൂ. റൂത്തിൻ്റെ അത് വലിയ മിസ്റ്റേക്ക് ഇല്ലാത്തൊരു ലേഡിയാണ്. അപ്പോൾ നമുക്കറിയാം മാതാവിന് എന്തുമാത്രം വ്യത്യാസം, എന്തുമാത്രം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ മറിയത്തിലേക്ക് ദൈവം വരണതെന്നറിയാം. മറിയത്തിനോട് പറയുമ്പോൾ തന്നെ മറിയത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ബിഹോൾഡ് എന്നാ പറയുന്നത്. ബിഹോൾഡ് എന്താണ്? ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. എന്ത് രസമാ കേൾക്കാൻ, എന്തൊരു വല്ലാത്ത പറച്ചിലാണ്. എന്താണ്? നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അമ്മ പറയുന്ന വാക്ക് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതും ദാസ്യതയും എന്നുള്ളതും രണ്ടും ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി തിരിച്ചിട്ടാലും ഈ പൂച്ച എറിയണ പോലെയുള്ള പരിപാടിയാണ്. എങ്ങനെ എറിഞ്ഞാലും 4 കാലേ വന്ന് വീഴും ഈ ഉടമ്പടി. ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ വ്യക്തികളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു നിമിത്തമായിട്ട് മാർഗമായിട്ടാണ് ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ഒരു പ്രെയർ ഫോമിലേക്കൊക്കെ വെക്കണത്. നിങ്ങളതിൻ്റെ കഥ അറിയാതെ ആട്ടം കാണരുത്. ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് എൻ്റെ മെയിൻ സംഭവം. അപ്പം പക്ഷെ ആദ്യമേ അത് ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്ക് വേസ്റ്റേജ് കുറഞ്ഞിരിക്കും. ഈ വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണതാണേ, ഉടമ്പടി വേസ്റ്റ്. ഇപ്പം ഡോക്ടർ കണ്ടില്ലേ, അവർ MBBS ആണെങ്കിലും അവരാദ്യം MBBS ഡോക്ടർ ആദ്യം IELTS എഴുതി അവർ പറയണ 1/2 മാർക്കിനാണ് തോറ്റുപോയെന്ന്. 1/2 മാർക്കിന് തോറ്റാലും 50 മാർക്ക് തോറ്റാലും തോൽവി എന്നാണ് പറയണത്. അതാണ് സംഭവം. അവർ പറഞ്ഞ 1/2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്, അതാണ് സങ്കടം. 1/2 മാർക്ക് തോറ്റാലും 5 മാർക്ക് തോറ്റാലും തോറ്റതാണ് സംഭവം. അപ്പം പിന്നെ ഇവരിവിടെ വാള് വെച്ച് കീഴടങ്ങണുണ്ട്. വാളും പരിചയം വെച്ച് കീഴടങ്ങും. എന്താണ്? ഇനി IELTSുമായിട്ട് ഞാനില്ല മുന്നോട്ടെന്ന്. അപ്പോൾ ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനരെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടേ. അതിനെ താഴെയുള്ള ആൾക്കാരെ IELTS പുഷ്പം പോലെ ജയിച്ചു പോകണ്ടേ. അപ്പോൾ അവിടെ എന്താണ് കുഴപ്പം? ഡോക്ടറിന് മെറിറ്റ് ഇല്ലേ? ഡോക്ടറല്ലേ, അവർക്ക് MBBS എഴുതാമെങ്കിൽ ഒരു 100 IELTS എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് മെറിറ്റുണ്ട്. ഈ മെറിറ്റ് ഇവർക്ക് ആവശ്യമില്ലാത്തൊരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. ഇനി ദൈവത്തിൻ്റെ മുമ്പിലുള്ള പരിപാടി എന്താണ്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ IELTS പാസ്സായതുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിറ്റത് കൊണ്ടോ കല്യാണം നടത്തിയതുകൊണ്ടോ ഈ കച്ചവടത്തിൽ ദൈവത്തിന് ലാഭമൊന്നുമില്ല. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് മാത്രമേ എന്തെങ്കിലും ലാഭമുള്ളൂ, മെച്ചമുള്ളൂ. അപ്പോൾ ബുദ്ധിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം ആദ്യം. അത് ആദ്യമേ ഫിക്സ് ചെയ്താൽ പ്രശ്നം തീർന്ന് ഈ കച്ചവടത്തിൽ. പറഞ്ഞ അച്ഛൻ മനസ്സിലായില്ലേ? ഇതിന് ദൈവത്തിന് ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് ലാഭം? ദൈവം ലാഭമില്ലാത്ത ഒരു പരിപാടിക്കും ഉണ്ടാകത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ക്രിസ്തുവിനെ വരെ നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ നമ്മളെ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ക്രിസ്തുവിനെ. അത്രയും ഭയങ്കര എക്സ്പെൻഡിച്ചർ മുടക്കിയിരിക്കുന്നതാണ്. തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ദൈവം തൻ്റെ സ്നേഹത്താൽ അത്രമാത്രം സ്നേഹിച്ചിട്ട് ദൈവത്തിന്
ഈ വിഷയത്തിൽ ക്രിസ്തു എന്തെല്ലാം അതിന് നഷ്ടപ്പെടുത്തിയാലും, ക്രിസ്തുവിനെ വരെ നഷ്ടപ്പെടുത്തിയാലും ശരി, എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടരുതെന്നുള്ള വലിയൊരു മനസ്സിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ട് വരണത്. പക്ഷേ അത് ദൈവത്തിൻ്റെ ആ മനസ്സ് ബോധപൂർവ്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ കച്ചവടത്തിൽ ഈ വിനിമയം, നമുക്ക് കച്ചവടം മോശമാക്കുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് ഈ ഒരു വിനിമയം, ഒരു കവനൻ്റെ ഒരു വിനിമയമാണ്. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആകുമ്പോൾ ഒരു വിനിമയമുണ്ട് അതിൻ്റെ അകത്ത്. ഈ വിനിമയത്തിൽ ദൈവത്തിന് എന്താണ് മെച്ചം, ദൈവത്തിന് എന്നാ അതിൻ്റെ അകത്ത് കിട്ടണത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ല നിങ്ങളെന്താ ചെയ്യണത്, നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ വേസ്റ്റേജ് കൂടുന്നത്. അതിൻ്റെ കാരണം ആദ്യം ദൈവത്തിന് എന്ത് കിട്ടും, ദൈവം എന്താണ് ചെയ്യണത്, ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നം എന്താണ്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെട്ടു വരണം. അതാ പ്രശ്നം. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം. ദൈവത്തിൻ്റെ വിനിമയത്തിൽ ആത്യന്തികമായ ദൈവത്തിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗരസപ്പോസം പറഞ്ഞ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നവരെ കുറേ വേസ്റ്റേജുകളുണ്ടാവും. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഫിലിപ്പി 3:7-8. ഫിലിപ്പി 3:8. അതെ. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പം ചില കാര്യങ്ങൾ വേസ്റ്റ് ഉണ്ടാകും, അത് ക്രിസ്തുവിനെ പ്രതിയാണ് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളവിടെ അയ്യോ വേസ്റ്റ് ആയപ്പോലെ ഇനി എന്ത് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വേസ്റ്റുകൾ, ഇപ്പം ഇത്രയും നാൾ നിങ്ങളുടെ പരിശ്രമങ്ങളില്ലേ, നിങ്ങൾ എന്തുമാത്രം ടെസ്റ്റ് എഴുതി, എന്തുമാത്രം ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത്, എത്ര ചെറുക്കന്മാർ വന്ന് നിങ്ങളെ കണ്ടു, എന്തുമാത്രം കാപ്പിയും ബിരിയാണിയും മിക്സറൊക്കെ അവന്മാർ കഴിച്ചിട്ട് പോയി, എന്നിട്ട് ഒരു കല്യാണം ഒത്തില്ലല്ലോ. എന്തുമാത്രം വേസ്റ്റേജാണ് വരുന്നത് ജീവിതത്തിൽ. ഞാൻ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കണത്, നിങ്ങളോർക്കും വേറെ കാര്യമാണ്. ഞാൻ ജീവിതത്തെക്കുറിച്ച് തന്നെ സംസാരിക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തിയ കുറേ വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകൾ നമുക്ക് തന്നിരിക്കുന്ന വികാരം എന്താണ്? നിരാശ, പരാജയബോധം, കുറേ സാധനമില്ലേ നമ്മുടെ വേസ്റ്റ്. നിങ്ങൾ ഞാൻ കൽക്കട്ടായി വരെ പോയി ആ വിസ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തതാണ്, എന്നിട്ട് അത് കിട്ടിയില്ലെന്ന് പറയും. കാശും പോയി, വിസയും കിട്ടിയില്ല, സമയവും പോയി, വേസ്റ്റായില്ലേ. അപ്പം ചില പറയും ഞാൻ മദ്രാസ് വരെ പോയി ആ പരീക്ഷ എഴുതിയതാണ്. എനിക്കന്ന് പനിയായിരുന്നു, എനിക്കന്ന് പീരീഡ്സ് ആയിരുന്നു, ഭയങ്കര കഷ്ടപ്പാട്. ഞാൻ പറഞ്ഞാണ് മമ്മിയോട് പോണില്ല, മമ്മിയാണ് എന്നെ ഉന്തിത്തള്ളി വിട്ടത്. എന്നിട്ട് അതും കിട്ടിയില്ല, ഞാൻ അകപ്പെട്ടു പോയി. അപ്പം നമുക്ക് ഒത്തിരിയേറെ സങ്കടങ്ങൾ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ല, വെറുതെ അലയാവുന്നില്ല, ഒരു കാര്യമില്ലല്ല. ഇതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായ വേസ്റ്റ്. ഈ വേസ്റ്റ് കൊണ്ട് എങ്ങനെ വിളക്ക് കത്തിക്കാമെന്ന് നോക്കണം. ഈ വേസ്റ്റ് എടുത്തിട്ട് എന്താ ചെയ്യണത്? ബൈബിൾ പറയണത് ഈ വേസ്റ്റ് എല്ലാം നീ ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. അതാണ് വിഷയം. നീ അത് വെച്ച് നിരാശയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കരുത്. ഉടമ്പടി സൂപ്പർ പദ്ധതിയാണ്. ഈ സംഭവം മുഴുവനും നിനക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളെല്ലാം എഴുതിയിട്ടിട്ട് പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. അപ്പാ, ഇതെല്ലാം ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്വീകരിക്കുന്നു. ഞാൻ സഹിച്ച സഹനങ്ങൾ, നഷ്ടങ്ങൾ, അതുപോലെ തന്നെ കോട്ടങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ഉച്ഛിഷ്ടങ്ങൾ, ഇതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി, നിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അപ്പാ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങള്, ഒരു ആവശ്യമില്ലാത്ത പരാജയങ്ങള്, മറ്റുള്ളവരുടെ ഉപദേശത്താൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതി കൊണ്ട് ഞാൻ തന്നെ ഒരു തോൽവിയായി മാറിയ മുഹൂർത്തങ്ങളെ, അപ്പാ, ഇത്തരം ജീവിത ഉച്ഛിഷ്ടങ്ങളെ
ജീവിത ഉച്ഛിഷ്ടങ്ങളെ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിന്റെ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി നിന്റെ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഈ വേദനകളെ സ്വീകരിച്ചുകൊണ്ട് നീ എന്നിൽ അപ്പാ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ. ഈ വേദനകളെ വേസ്റ്റുകളെ സ്വീകരിച്ചുകൊണ്ട് അപ്പാ നീ എന്നിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ. ആരാധന ഈശോയെ നിന്നെ നേടുവാൻ വേണ്ടി എല്ലാം ഇഷ്ടം പോലെ കരുതുവാനുള്ള വലിയ കൃപ നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങൾ കൃപകളാക്കി മാറ്റണം. വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ബൈബിള് സൂക്ഷിക്കുന്നത് ക്രിസ്തു എവിടുന്ന് വരുമെന്ന് അറിയത്തില്ലെന്ന് ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ്. സത്യമായ ഒരു ആധ്യാത്മിക അനുഭവമാണ്. ക്രിസ്തു എവിടുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന്. ആരിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് അറിയത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 7:27 എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ വരവിന് അങ്ങനെ ഒരു ഫിനോമിനുണ്ട്. അതായത് എവിടുന്നാണ് വരിക, ആരിലൂടെയാണ് വരിക എന്നറിയത്തില്ലെന്ന്. കർത്താവ് എന്നിട്ട് പറയും അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രൻ വരിക എന്ന് പറയും. മത്തായി 24:44 അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. പറഞ്ഞേ, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അപ്പൊ ഇത് ക്രിസ്തു എവിടുന്ന് വരുന്നു, ആരിലൂടെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് വി ഡോണ്ട് നോ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ആരിലൂടെയും വരാം, ക്രിസ്തു എപ്പോഴും വരാം. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ ക്രിസ്തു ആരിലൂടെയും വരാം, എവിടെ നിന്നും വരാം, ഏത് സമയത്തും വരാം. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനുഭവങ്ങളില്ലേ, നമ്മുടെ പാസീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലേ, അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഓർക്കും വളരെ നല്ല. ഇവിടെ ഈ സാക്ഷ്യം പറയണതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ ക്രിസ്തു വന്നതിൻ്റെതാണ് ഇല്ലേ. ഇത് ഭൗതിക നേട്ടങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ആധ്യാത്മിക നേട്ടങ്ങളെ കൃപ സ്വീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചാനലിലൂടെയാണ് ക്രിസ്തു വരണത് പലപ്പോഴും. അത് എങ്ങനെ മനസ്സിലാക്കണത്? നെഗറ്റീവ് ചാനൽ. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പട്ടക്കാരനാക്കണത്. പക്ഷേ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ 3 മാസം മുമ്പ് അപ്പം പോയി, യാത്രയായി, തീർന്നു. പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. ഞാനൊരു നിക്കറിട്ട് സ്വന്തമായിട്ടാണ് സെമേരി ചേർന്നത്. ആരുമില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ മാലാഖ ഉണ്ടായിരുന്നു. ആകപ്പാടെ കൊന്ത പോലും അറിയാൻ പാടില്ല. കർത്താവിൻ്റെ മാലാഖ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. രക്ഷാകര സംഭവങ്ങൾ മനുഷ്യൻ മുട്ടയിൽ നിന്ന് മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖയാണ്. എന്താണ്? ആ കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണത്. എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ.
ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മരിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണല്ലേ? അപ്പം മരിച്ചത് പിന്നെ എന്താണ് അതിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ്? എന്താ എൻ്റെ അപ്പൻ്റെ മരണത്തിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയി. നിൻ്റെ അപ്പൻ മരിച്ചാലും നിൻ്റെ കോൺഫിഡൻസ് തകർന്നാലും തകരാത്ത ഒരു ആളാണ് ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെമിനാരി തന്നെത്താൻ വന്ന് ചേർന്നത്. അത് കാരണം എനിക്ക് എപ്പോഴും പേടിയുണ്ടാവും. എന്താ കാര്യം? നമ്മൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് വീട്ടിലാരുമില്ല, ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യതയില്ലേ, സ്വകാര്യതയ്ക്കൊരു സെക്യൂരിറ്റി ഇല്ല. നിൻ്റെ സ്വകാര്യതയ്ക്ക് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമുണ്ടാവും. നിൻ്റെ സ്വകാര്യമായ എല്ലാ മനുഷ്യരും ജീവിക്കണത് എങ്ങനെയാണ്? അവൻ്റെ സ്വകാര്യ ലൈഫിനൊരു സുരക്ഷിതത്വം വ്യക്തികളായിട്ടോ സ്ഥാപനമോ സംവിധാനമോ കൊടുക്കുന്നുണ്ടാവും. ഇതില്ലാതിരുന്ന കാരണം എനിക്കാകപ്പാടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി, എൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി എൻ്റെ വിശ്വാസം മാത്രമാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തന്ന വിശ്വാസം. ഞാൻ എപ്പോഴും സഭയുടെ പഠനം കൊണ്ട് ഫൈറ്റിങ്ങുള്ള ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒന്നും ഇന്നും എൻ്റെ ജീവിതത്തിലില്ല. സെമിനാരി വന്നപ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞത് ഇതിനെ അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടി റീസണബിളാക്കാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടിയെന്നും സത്യമാണ്. പക്ഷേ ഞാൻ അനുഭവത്തിൽ വിശ്വസിച്ച് വന്നത്, എൻ്റെ അപ്പം 12 മണി പട്ടാപ്പകലൊക്കെ ഈ വീട്ടിലെ പറമ്പിലൊക്കെ ജോലി ചെയ്തും വന്നിട്ട് അപ്പം കണ്ണീരിട്ട് 12 തിരികെ കത്തിച്ച് അപ്പം കൈവിരിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അപ്പം തന്നെയാണ് ബൈബിള്, അപ്പം തന്നെയാണ് വേദപാഠപുസ്തകം. അപ്പനെയും അമ്മയേക്കാൾ വലിയ മതപുസ്തകങ്ങളില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം. ശ്രദ്ധിക്കട്ടെ. മാതൃകയാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.